നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? ഒരാളും അടുക്കാത്തൊരവസ്ഥാവിശേഷം. ഏത് രൂപത്തിൽ നമ്മളതിനെ പ്രൊമോഷൻ ചെയ്തിട്ടും ഒരു രൂപത്തിലും ആളുകൾ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാതെ, അതിലേക്ക് ആകർഷിക്കാതെ നമ്മുടെ ബിസിനസ്സും കച്ചവടമൊക്കെ ഡള്ളായി പോകുന്നൊരവസ്ഥ ആർക്കെങ്കിലും ഉണ്ടോ? ആ രൂപത്തിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം. അതിൽ വല്ല പ്രയാസങ്ങളും നമുക്കതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും, ചില തടസ്സങ്ങൾ. ആ തടസ്സങ്ങൾ നീക്കം ചെയ്താൽ ഒരുപാട് ആളുകൾ നമ്മിലേക്ക് അടുക്കും. അപ്പോൾ തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതിന് ഒരു പ്രതിവിധിയായിട്ടുള്ളത്. നമ്മുടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളാണെങ്കിൽ ജോലി ചെയ്യുന്ന മേഖലകളിലെ സ്വാതന്ത്ര്യം തടയപ്പെടുന്നു, നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ അകാരണമായി ചെയ്യുന്ന ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മെ അറിയിക്കാറുണ്ട്. ഒരു കാരണവും ഇല്ലാതെ സസ്പെൻഡ് ചെയ്യുന്നു. ശത്രുക്കൾ ചില ഭാഗങ്ങളിൽ നിന്ന് നീക്കുന്ന കരുക്കൾ കാരണമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ചില തടസ്സങ്ങൾ കാരണമായിട്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു, ആ ജോലിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അങ്ങനെ ആ നഷ്ടപ്പെട്ട ജോലി നമുക്ക് തിരിച്ചു ലഭിക്കണം, അല്ലെങ്കിൽ നമ്മളെ സസ്പെൻഡ് ചെയ്യപ്പെട്ടതിൽ നിന്ന് നമ്മുടെ കയ്യിൻ്റെ അടുത്തെത്തി നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബിസിനസ്സിൽ നിന്ന്, അതിൽ നിന്നൊക്കെ നമുക്ക് അതിലേക്കൊക്കെ റിക്കവർ ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി ചെയ്യേണ്ട വളരെ ഫലവത്തായ ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ അമല് പ്രധാനമായിട്ടും ചെയ്താൽ ഫലം ലഭിക്കുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതിൽ തകർച്ച അനുഭവിക്കുന്നവർ, അതിൽ ഡള്ളായി കിടക്കുന്നവർ, അതിലൊരു നിലക്കും പ്രോഫിറ്റ് ലഭിക്കാത്തവർ, ഒരാളും അടുക്കാതെ ബിസിനസ്സിലേക്ക് ഒരാളും അടുക്കാതെ വല്ലാതെ പ്രയാസപ്പെട്ട് ഒരുപാട് ക്യാപിറ്റലൊക്കെ മുടക്കിയിട്ട് സാമ്പത്തിക നഷ്ടം അനുഭവിക്കുന്നവർ, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് പൂർണ്ണമായും നിങ്ങൾ കൃത്യമായി ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളാണ് ഒരുപാട് ആളുകൾ പറയുന്നത്. മകൻ്റെ ജോലി നഷ്ടപ്പെട്ടത്, മകന് ബിടെക് കഴിഞ്ഞു, അവന് നന്നായിട്ട് ടാലൻറ്റഡ് ആണ്, സ്കിൽഡ് ആണ്, പക്ഷെ അവന് നല്ല ജോലി ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ ചില സഹോദരന്മാർ പ്രവാസികൾ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രവാസികൾ തന്നെ, അവർക്ക് നല്ലൊരു ജോബ് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണ് നമ്മളിവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് ചെയ്യേണ്ട രൂപം ഞാൻ കൃത്യമായിട്ട് പറയാം, നിങ്ങൾ അതേപോലെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് നല്ല റാഹത്തുള്ള ഒരു ജോലി ലഭിക്കാനും, ഉള്ള ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ അതിനേക്കാൾ ഹൈറായ ഒരു ജോലി തിരിച്ചു ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ നമുക്ക് ഉണ്ടാകുന്ന ചില ശത്രുക്കളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും, കണ്ണീറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളോ, സെഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യാനൊക്കെ ഈ ഒരു അമല് നല്ല പവർഫുള്ളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് തന്നെ ചെയ്യുക. അപ്പോഴാണ് അത് ഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ചെയ്യേണ്ടത് 3 തിങ്കളാഴ്ച ദിവസം, 3 തിങ്കളാഴ്ചകളിൽ നോമ്പനുഷ്ഠിക്കണം. 3 തിങ്കളാഴ്ചകളിൽ നോമ്പനുഷ്ഠിച്ച് ആ തിങ്കളാഴ്ചയിലെ നോമ്പ് തുറന്ന ശേഷം ഇഷാ മഗ്രിബിൻ്റെ ഇടയിൽ 3 സൂറത്ത് യാസീൻ പാരായണം ചെയ്യാം. ഈ 3 തിങ്കളാഴ്ച എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ്ലി 3 തിങ്കളാഴ്ചയാവാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റ് ലഭിക്കുക. അപ്പോൾ 3 തിങ്കളാഴ്ച ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക. അങ്ങനെ ആ നോമ്പനുഷ്ഠിച്ച് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ 3 സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. ഓരോ നോമ്പിന് ശേഷവും 3 സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. അങ്ങനെ 3 സൂറത്ത് യാസീൻ പാരായണം ചെയ്തതിൻ്റെ ശേഷം അന്നത്തെ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി കിടക്കുന്ന ആ സമയം, അവസാനത്തെ അതിനുശേഷം പിന്നെ ഒരു കലാം ഉണ്ടാകാൻ പാടില്ല, അതിനുശേഷം പിന്നെ ഒരു അനാവശ്യ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല, അതിനുശേഷം ഭൗതിക കാര്യങ്ങൾ ചിന്തിക്കുന്നതോ സംസാരിക്കുന്നതോ മാക്സിമം ഒഴിവാക്കുക. ഇത് വളരെ കൃത്യമായി പാലിക്കണം. അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയിട്ട് അവസാനമായിട്ട് അവൻ ചൊല്ലേണ്ടതും അവൻ ചിന്തിക്കേണ്ടതും അവൻ പറയേണ്ടതും ഈ പറയുന്ന കാര്യങ്ങളായിരിക്കണം. അതിനുശേഷം ആ ഉറക്കം അങ്ങനെ അങ്ങ് ഉറങ്ങിയിട്ട് രാവിലെ ആ രൂപത്തിലാണ് അവൻ എഴുന്നേൽക്കേണ്ടത്. അങ്ങനെ എഴുന്നേറ്റ് അന്നത്തെ സുബഹ നിസ്കാരം വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക. ഇത് 3 ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ ആ 3-ാമത്തെ ദിവസം അത് ചെയ്യലോടുകൂടെ അവനുണ്ടായിരുന്ന അന്ന് നേരം പുലരുമ്പോഴേക്കും അവനുണ്ടായിരുന്ന എല്ലാ വിഷയങ്ങളും ശാന്തമാകും, എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കട്ടെ. അപ്പോൾ ചെയ്യേണ്ടതൊന്നും കൂടെ ആവർത്തിച്ച് പറയണം. ഓരോ
തിങ്കളാഴ്ച നോമ്പുകളെടുത്ത് മഗ്രിബിന് ശേഷം 3 സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. ആ 3 സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അന്യ സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക. അങ്ങനെ ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞല്ലോ, ആ ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് ഇവിടെ പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ. അതിനുശേഷം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അത് 100 തവണ. അൽഹംദുലില്ലാഹ്, അതും 100 തവണ. സുബ്ഹാനല്ലാഹ്, അതും 100 തവണ. അസ്തഗ്ഫിറുല്ലാഹ്, അതും 100 തവണ. പിന്നെ ഒരു സ്വലാത്ത്, അത് 100 തവണ. അത് ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാം, ഇഷ്ടമുള്ള സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, ഇങ്ങനെ ചൊല്ലാം. ഇനി കഴിയുകയാണെങ്കിൽ സ്വലാത്ത് ഇബ്രാഹിമിയ ഉണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇങ്ങനെ പറയുന്ന സ്വലാത്ത് ഇബ്രാഹിമിയ, അത് 100 തവണ ചൊല്ലിയാൽ നന്നായി, അതാണ് ഏറ്റവും നല്ലത്. കഴിയുന്നില്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നുള്ള സ്വലാത്ത്, അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്വലാത്തും ചൊല്ലാം. ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ 3 തിങ്കളാഴ്ചകളിൽ കൃത്യമായി ഇങ്ങനെ ചെയ്താൽ നാം ആ ചെയ്യുന്ന അമല് കാരണമായിട്ട് 3-ാമത്തെ ദിവസം നേരം പുലരുമ്പോഴേക്ക് അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും ശാന്തമാകും, തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചെയ്ത അമല് കാരണമായിട്ട് നല്ലൊരു വഴി അല്ലാഹു അവന് തുറന്നു കൊടുക്കും. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി തയ്യാറായി വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് പോംവഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രൂപത്തിൽ തഹ്ലീൽ ചൊല്ലണം, തക്ബീർ ചൊല്ലണം, തഹ്മീദ് ചൊല്ലണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു ലഭിക്കും. അവിടെ ഉണ്ടായിരുന്ന ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, ഈഗോ, ഇങ്ങനെയുള്ള ഹസദ്, ഇങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ, ഐന്, സിഹ്ർ, ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. അതൊക്കെ നീങ്ങിയിട്ട് അവന് ചെയ്യുന്ന ജോലിയിൽ ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ കാരണമാകും. ഐശ്വര്യദായകമായ ഒരു സമ്പത്ത്, ബറക്കത്തുള്ള ഒരു സമ്പത്ത് അവനിലേക്ക് എത്താനും കാരണമാകും. അപ്പോൾ ഇതൊക്കെ ചെയ്തതിൻ്റെ ശേഷവും വളരെ ആത്മാർത്ഥമായിട്ട് 5 വഖ്ത് നിസ്കാരങ്ങളൊക്കെ നിലനിർത്തി അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും കൂടെ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ പല രൂപങ്ങളിലും വരുന്ന പ്രയാസങ്ങളുണ്ടാകും. ഞാൻ ആമിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ, പല രൂപങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ടാകും. ഒന്നുകിൽ അവന് ചെയ്യുന്ന ജോലിയിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ നേടി, അവൻ്റെ നാട്ടിൽ അവൻ നല്ലൊരു സൗധം, ഒരു വീട് പണിതു. അങ്ങനെ സന്തോഷത്തോടു കൂടെ ഭാര്യയും മക്കളൊക്കെ നിരത്തിലൂടെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോഴും അവരുടെ ജീവിതം കാണുമ്പോഴും മറ്റുള്ളവർക്കുണ്ടാകുന്ന ഹസദിൽ നിന്ന് ഉത്ഭവിച്ച എന്തെങ്കിലും തടസ്സങ്ങൾ കാരണമായിരിക്കാം അവനെ അനുഭവിക്കുന്നത്. ഇങ്ങനെ പല രൂപങ്ങളിലുള്ള തടസ്സങ്ങളും നമുക്ക് പലരിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഐനുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം, സിഹ്റുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതൊക്കെ നീങ്ങാൻ ഈ ഒരു അമല് മതിയാകുന്നതാണ്. വിശുദ്ധ ഖുർആന് കൊണ്ടുള്ള അമലാണല്ലോ നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റുകളെ കൊണ്ടുള്ള അമല് അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്, സ്വലാത്ത്, ഇതുകൊണ്ടൊക്കെയുള്ള അമല്. അതിനേക്കാൾ ഉപരി നമ്മൾ 3 ദിവസം നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിലേക്ക് നമ്മുടെ ചിന്തകൾ അള്ളാഹുവിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കണം. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നല്ലൊരു വഴി നമുക്കത് കാണിച്ചു തരാൻ കാരണമാകും അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്രയോ ആളുകൾക്ക് നമുക്ക് അനുഭവമുണ്ട്. നമ്മുടെ അടുക്കൽ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒരുപാട് വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ അവരുടെ തടസ്സങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന ഭാഗങ്ങളിൽ പോയിട്ട് ഇന്നതുപോലെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ചെയ്ത ഒരുപാട് ആളുകൾക്ക് നമ്മൾ റിസൾട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു തവണ വരേണ്ടി വരും, ചിലപ്പോൾ വീണ്ടും വരേണ്ടി വരും,
ചിലപ്പോൾ വീണ്ടും വരേണ്ടി വരും. അങ്ങനെ ആവർത്തിച്ച് 2ഓ 3ഓ തവണ വന്നാലേ ചിലപ്പോൾ ശരിയാവുള്ളൂ. ചിലപ്പോൾ ഒറ്റ തവണ വരലോട് മാത്രം ശരിയാവും. അപ്പോൾ ഓരോ തടസ്സങ്ങളും ഓരോ പ്രയാസങ്ങളും അത് നീക്കം ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ ശരിയായി ലഭിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുവിധം ആളുകൾ, പല ആളുകളും നേരിട്ട് ലോങ്ങിൽ നിന്നൊക്കെ വരുന്നത് കാണുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഇത്ര ലോങ്ങിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏകദേശം അമലുകളൊക്കെ പറയുന്നുണ്ട്. ആ അമലുകളൊക്കെ നിങ്ങൾ അതിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. വരണമെന്നില്ല. അതൊക്കെ ചെയ്തിട്ട് അതിനൊന്നൊരു പരിഹാരം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ നോക്കാം, അങ്ങനെ വന്നാൽ മതി എന്നൊക്കെ പലരോടും പറയലുണ്ട്. പക്ഷെ പലരും ഇങ്ങോട്ട് വരുന്നതാണ് അതൊക്കെ. അപ്പോൾ നിങ്ങൾ ഒരുവിധം ഇതിൽ തന്നെ നമ്മൾ ഒരുവിധം തടസ്സങ്ങൾക്കുള്ള അമലുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്തു നോക്കുക. ഇപ്പോൾ 12,000 ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതിൻ്റെ അമല്, അതിൻ്റെ റിസൾട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് മാത്രം പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം ചിലവഴിക്കും. കാരണം അത്രമേൽ ആളുകൾ അതിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. 12,000 ബിസ്മിയുടെ ഇന്നും വന്നിരുന്നു 12,000 ബിസ്മിയുടെ അമല്. അതേപോലെ തന്നെ അസ്മാ ഉൽ ഹുസ്ന, പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്ന, അതുകൊണ്ടുള്ള അമല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അമല് വിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് ആയത്തുകളെ കൊണ്ടുള്ള അമല്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ എന്ന് പറയുന്നത്, നമ്മളിവിടെ വരുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത്തരം വിഷയങ്ങൾക്ക് പരിഹാരമായിട്ട് ഏതെങ്കിലും ഒരു മഹാൻ എവിടെയെങ്കിലും പറഞ്ഞ ഒരു അമല്, അത് വളരെ പവർഫുള്ളാണ്, ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് എന്ന് ഇമാമുകൾ, ചെയ്തവർ ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നു. അത്തരം അമലുകൾ നമ്മൾ പറയും. മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞ ചില അദ്കാറുകൾ, അതിന് അത്ഭുത ശക്തിയുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാക്കിൽ നിന്ന് നിർഗളിച്ചതാണ്, അവിടുത്തെ അതരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണതാണ്. അത് സ്വഹാബാക്കൾ എഴുതി കുറിച്ചെടുത്തതാണ്. സ്വഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയതാണ്. അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് അനുഭവം ഉണ്ടായതാണ്. ഇപ്പോൾ ഒരു സ്വഹാബി ഒരിക്കൽ പള്ളിയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സ്വഹാബി വര്യന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ സ്വഹാബ, അല്ലയോ, എന്താണ് ഇങ്ങനെ ഇത്രയും പ്രയാസത്തോടു കൂടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വല്ലാത്ത കടമുണ്ട്, എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ആലോചിച്ചിട്ട്, എനിക്ക് കഴിയുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു മനസ്സിലാകുന്നില്ല, ഇനി എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി വര്യൻ പറഞ്ഞപ്പോൾ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത പവിത്രമേറിയ ഒരു ദുആ ഉണ്ട്. ആ കടമുള്ള സ്വഹാബിയോട് പറഞ്ഞപ്പോൾ ആ സ്വഹാബി ആ ദുആ ചെയ്തു, അത് ജീവിതത്തിൽ പകർത്തി, റിസൾട്ട് കിട്ടുകയാണ്. റിസൾട്ട് കിട്ടിയതിന് ശേഷം അത് പറയുന്ന ഹദീസാണ് നമ്മളൊക്കെ കേട്ടത്. ഫഖളാ അന്നി ദൈനി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ആ ചൊല്ലിയത് കാരണമായിട്ട് എൻ്റെ കടങ്ങൾ വീട്ടി എന്ന് ആ സ്വഹാബി വര്യൻ പറയുന്നു. അപ്പോൾ ഇത്തരം അമലുകൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഹദീസിൻ്റെ അദ്കാറുകളെ കൊണ്ട്, ദുആകളെ കൊണ്ട്, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില സൊല്യൂഷൻസ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാകും. അത് ചെയ്യുന്ന ആൾക്കനുസരിച്ച്, പറഞ്ഞു തരുന്ന ആൾക്കനുസരിച്ച്, അത് ചെയ്യുന്നവരുടെ ആത്മാർത്ഥതക്കനുസരിച്ച്, പറഞ്ഞു തരുന്നയാളിൻ്റെ ആത്മാർത്ഥതക്കനുസരിച്ച്, അതിനൊക്കനുസരിച്ചിരിക്കും. നമ്മൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടെ ചെയ്യുന്നോ അത്രത്തോളം അത് ഫലവത്തായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഡോക്ടറെ കാണിച്ചാലും മാറാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടാകും. അതിനൊക്കെ സ്പിരിച്വൽ മെഡിസിൻ അല്ലാതെ വേറെ മാർഗ്ഗമല്ല. എത്രയോ നമ്മുടെ അടുക്കൽ വരുന്ന കേസുകൾ നമുക്കറിയാം. ഒരുപാട് രോഗങ്ങൾ വന്നിട്ട് എത്ര കാണിച്ചാലും, അതിന് ഏത് രൂപത്തിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും ഒന്നും ഒരു സിംറ്റംസും അവരുടെ ശരീരത്തിലില്ല. അത് ഒരു വയറുവേദന വരുന്നു, വയറുവേദനയുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ ടെസ്റ്റും എടുക്കുന്നു, ഒരു ടെസ്റ്റ് എടുത്തിട്ട് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പ്രശ്നമില്ലാത്ത പല സംഗതികളും അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ അവർക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ചില അത്ഭുത വചനങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ആയത്തുകൾ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ 41 ദിവസം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഫോളോ ചെയ്ത് ആ അമല് ചെയ്യാൻ വേണ്ടി പറയും. മാറിയ അനുഭവങ്ങളുണ്ടെന്ന് പറയാൻ എന്തെങ്കിലും ചില തടസ്സങ്ങളോ കാരണങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഷിഫയാകാൻ മതിയാകുന്നതാണ്. അപ്പോൾ അത്രയും നാൾ ഇംഗ്ലീഷ് മെഡിസിൻസിന് ചെലവഴിച്ചതൊക്കെ
ആ ഒരു കൃത്യമായ കാരണം കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം അതിൻ്റെ പിന്നിലില്ല. അത് ചില ആത്മീയമായ ചില തടസ്സങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അല്ലേ? ചില പൈശാചിക ഷെറുകളാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അത്തരം പൈശാചിക ഷെറുകളൊന്നും ആധുനിക മെഡിക്കൽ സയൻസിന് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആത്മീയമായ ചില വഴികൾ തേടേണ്ടി വരും. അതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ, അല്ലേ? വളരെയധികം വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗേള്, ഒരു ചെറിയ പെൺകുട്ടിയാണ്. ആ കുട്ടി അങ്ങനെ വയലൻ്റ് ആവേണ്ട ഒരു ആവശ്യമില്ല. കുറേ സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചു, അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു, കൗൺസിലിങ് ചെയ്തു, അങ്ങനെ ഒരുപാട് അതിലിടപെട്ടു. അപ്പോൾ ചില വിഷയങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഒരു ഫസ്റ്റുള്ള ആ ഒരു അവരുടെ ആ ഒരു സംഭാഷണത്തിൽ തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ നോക്കിയപ്പോഴാണ് ആ സംഭവം നമുക്ക് തിരിഞ്ഞത്. അതിനുള്ള ഒരു ചെറിയൊരു സൊല്യൂഷന്, കൂടുതൽ അതിൻ്റെ വിഷയത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, സമയം വളരെ കുറവായിരുന്നു. ചെറിയൊരു സൊല്യൂഷന് പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് അത് കുറച്ച് സമയമെടുത്തെങ്കിലും മാറിക്കിട്ടി എന്നുള്ളതാണ്, ഘട്ടം ഘട്ടമായിട്ട്. അപ്പോൾ ചില വിഷയങ്ങളൊക്കെ നമ്മൾ ആ വഴിയും ഒന്ന് അന്വേഷിച്ചാലേ, ആ വഴിയും ഒന്ന് നീങ്ങിയാലേ നമുക്കതിനൊക്കെ ശിഫ ലഭിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഈ ചാനലിൽ നടക്കുന്നുണ്ട്. നൂറെ മദീനയുടെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അസ്മാ ഉൽ ഹുസ്ന ഓതുന്ന മജ്ലിസാണ്. അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ 99 നാമങ്ങളാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ മജ്ലിസിലിരുന്ന് ചൊല്ലുന്നുണ്ട്. ഒരു 99 അസ്മാ ഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടി നിയ്യത്താക്കിയിട്ട് അതിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, പ്രവാസികളെ എല്ലാവരും അതിലൊന്ന് പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുത്ത് കഴിഞ്ഞാൽ ആ 99 അസ്മാ ഉൽ ഹുസ്ന ചൊല്ലിയ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് കാരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ വിളിക്കുകയാണല്ലോ. 99 അസ്മാ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ 99 തവണ യാ അല്ലാഹു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ വിളിക്കല്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുകയാണ്. അപ്പോൾ അത് കാരണമായിട്ട് ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട്. അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി നമ്മളെയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദിനേന നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും നീ എന്തുദ്ദേശം കരുതിയാണോ, പലരും ഇവിടെ നേരിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹുവെ അവർ വന്നത് എന്ത് വിഷയത്തിനാണോ നീ ആ വിഷയങ്ങളെ പരിഹരിച്ചു കൊടുക്കണം അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണം റഹ്മാൻ. കടങ്ങൾ വീട്ടിക്കൊടുക്കണം അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. പലരും നമ്മുടെ മജ്ലിസിലൊക്കെ പങ്കെടുത്ത പലരും ആറടി മണ്ണിലാണ്. അവരുടെ ഖബർ നീ സ്വർഗമാക്കണം അല്ലാഹ്. നീ വിശാലമാക്കണം റഹ്മാൻ. ഇൻഷാ